ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ആയുസ്സിൽ പുതിയൊരു ദിവസം കൂടെ കാണുവാനിടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 7 വാക്യം. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട മതപണ്ഡിതരുടെ 2 പാഠശാലകളായിരുന്നു ഹില്ലേലും ശമ്മായിയും. അതിൽ ഹില്ലേൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഈ 2 റബ്ബിമാരും അവരുടെ പഠിപ്പിക്കലുകളും പരീശന്മാരുടെ മതചിന്തയെയും നിയമ വ്യാഖ്യാനങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുകയുണ്ടായി. ഈ 2 വ്യക്തികളും, അതായത് ഹില്ലേൽ, ശമ്മായി, അവരുടെ 2 സ്കൂളുകളും, ഹില്ലേൽ സ്കൂൾ, ശമ്മായി സ്കൂൾ, ഇവ തമ്മിലുള്ള വ്യത്യാസം റബ്ബിമാരായ ഹില്ലേലിൻ്റെയും ശമ്മായിയുടെയും സമീപനത്തിലും സ്വഭാവത്തിലുമുള്ള വ്യത്യാസങ്ങളാണ്. ന്യായപ്രമാണ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് 2 കൂട്ടരും 2 വ്യത്യസ്ത ചിന്താഗതിക്കാരായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ റബ്ബിയായിരുന്നു ശമ്മായി. ശമ്മായിയും കൂട്ടരും കടുത്ത യാഥാസ്ഥിതികരും ന്യായപ്രമാണത്തിൻ്റെ അക്ഷരീകമായ അനുഷ്ഠാനത്തിൽ നിഷ്കർഷ പുലർത്തിയിരുന്നവരും ആയിരുന്നു. ശമ്മായിയുടെ അനുയായികളെ ബേത്ത് ശമ്മായി എന്നാണ് വിളിച്ചിരുന്നത്. റബ്ബിയായ ശമ്മായിയുടെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവ നിയമങ്ങളെ ലഘുവായി കാണുവാൻ പാടില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അതായത് കഠിനമായ നിയമ അനുസരണത്തിനാണ് പ്രാധാന്യം നൽകിയത്. 2, ആചാരപരമായ ശുദ്ധതയും നിയമപരമായ നീതിയും പാലിക്കണമെന്ന് ഈ റബ്ബി ഉപദേശിച്ചു. 3, വിദേശികൾ അഥവാ അന്യജാതിക്കാർക്കെതിരെ കർശന നിലപാടുകൾ എടുക്കുവാൻ അദ്ദേഹം പഠിപ്പിച്ചു. 4, വിവാഹത്തോടും വിവാഹമോചന നിയമങ്ങളോടും കർശനമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതിൽ നിന്നും പരീശന്മാർക്ക് ഉണ്ടായ സംശയമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ അവർ വന്ന് യേശു കർത്താവിനോട് ചോദിക്കുന്നത്. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് ഹില്ലേൽ ശമ്മായി പാഠശാലകളിലെ വ്യത്യാസമാണ്. അഥവാ ഈ 2 റബ്ബിമാരുടെയും പഠിപ്പിക്കലുകൾ തമ്മിലെ വ്യത്യാസം. ഹില്ലേൽ സൗമ്യനും ശമ്മായി ധൃതഗതിക്കാരനും ആയിരുന്നു. ലോകത്തെ ത്യജിക്കുവാൻ ശമ്മായി മനുഷ്യനെ ഉപദേശിക്കുമ്പോൾ മനുഷ്യൻ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഹില്ലേൽ റബ്ബി പഠിപ്പിച്ചു. നിസ്സാര കാര്യങ്ങൾക്കും ഭാര്യ ഉപേക്ഷിക്കണമെന്ന് ഹില്ലേൽ പഠിപ്പിക്കുമ്പോൾ, ഭാര്യ വ്യഭിചാരം ചെയ്യാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുതെന്ന് ശമ്മായി സ്കൂൾ പഠിപ്പിച്ചിരുന്നു. ഹില്ലേൽ എല്ലാവരെയും ന്യായപ്രമാണം പഠിപ്പിക്കുന്നതായി കാണാം. എന്നാൽ ശമ്മായി അതിന് യോഗ്യതയുള്ളവരെ മാത്രം പഠിപ്പിക്കുന്നു. ഹില്ലേലിൻ്റെ പഠിപ്പിക്കലുകളെല്ലാം യേശുവിൻ്റെ ഉപദേശത്തോട് സാമ്യം പുലർത്തിയിരുന്നു. എന്നാൽ ശമ്മായിയുടെ ഉപദേശങ്ങളിൽ അത് തീരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പാഠശാലയിൽ പ്രഥമ സ്ഥാനം റബ്ബിക്കായിരുന്നു. എല്ലാ റബ്ബിമാരും ഏതെങ്കിലും കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു പൊതുവായിട്ട് ഉള്ള ധാരണ. ശമ്മായിയുടെ പാഠശാല യേശുവിൻ്റെ കാലത്തെ യഹൂദ മതചിന്തയുടെ കർശനമായ ഒരു ആവിഷ്കാരം ആയിരുന്നു. ശമ്മായിയുടെ കർശനവും നിയമ അധിഷ്ഠിതവുമായ കാഴ്ചപ്പാട് യേശുവിൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനാൽ യേശുവിൻ്റെ ഉപദേശങ്ങൾ അന്നത്തെ മനുഷ്യരെ നിയമത്തിൻ്റെ അടിമത്വത്തിലും ഊരാക്കുടുക്കിൽ നിന്നും വിടുവിക്കുകയും കൃപയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിയമങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ അല്ല രക്ഷയ്ക്ക് മാർഗം. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ മാർഗത്തിൽ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.